കുട്ടനാട് കായൽ പാടശേഖരങ്ങളിലെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഷാജഹാൻ ചേരുകയാണ് നമ്മളോടൊപ്പം കുട്ടനാട്ടിൽ നിന്ന്. വിളവെടുപ്പിന് ഉത്സവമായി മാറുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ് കുട്ടനാട്ടിലേക്ക്. ഷാജി, ഗുഡ് മോർണിംഗ്. കുട്ടനാട്ടിൽ വിളവെടുപ്പിന്റെ ഉത്സവത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? മന്ത്രി ജി.ആർ. അനിൽ വിളവെടുപ്പ് ഉത്സവത്തിനായി നേരിട്ടെത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നമ്മോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമ്മുടെ റാണി, ചിത്ര, മാർത്താണ്ഡം ഈ 3 കായൽ പാടശേഖരങ്ങളിലെ വിളവെടുപ്പാണ്. നമുക്കറിയാം നെൽകൃഷിയിൽ നല്ല വിളവാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല നെല്ല് സംഭരണത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് ഇന്ന് ഏതാണ്ട് 12 മണിയോടുകൂടി കൃഷി വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക യോഗം വിളിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം ഇപ്പോൾ വിളവെടുപ്പിനായിട്ട് പോവുകയാണ്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് പൊതുവെ നമ്മുടെ ഇപ്രാവശ്യത്തെ വിളവ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവ് എങ്ങനെയുണ്ട്? പൊതുവെ ഈ സംഭരണവുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകളൊക്കെ ഉണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനാണല്ലോ ഇന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടല്ലോ. കർഷകർക്കുള്ള ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ നേരിട്ട് പാടശേഖരത്തിലേക്ക് എത്തുന്നത്. അവർ പറയുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാനും അത് കൃത്യമായി പരിഹാരമുണ്ടാക്കാനുമുള്ള പരിശ്രമമാണ് കഴിഞ്ഞ 2.5 വർഷം ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്. ഓരോ വിളവെടുപ്പിലും പലവിധ പ്രശ്നങ്ങൾ ഉയർന്നു വരാറുണ്ട്. അത്തരം പ്രശ്നങ്ങൾ സമയബന്ധിതമായും കൃത്യമായും പരിഹരിച്ചുകൊണ്ട് കർഷകന് ആശ്വാസം നൽകുന്ന നിലപാടാണ് ഗവൺമെൻറ് നിലപാട്. നമ്മളിവിടെ റാണി, ചിത്ര പാടങ്ങളിൽ, കായൽ പാടങ്ങളിൽ രണ്ടാമത്തെ കൃഷി, ഇരുപൂ കൃഷി ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്ന ഒരു അനുഭവമുണ്ട്. അത് കർഷകർക്കുണ്ടായ വിശ്വാസ്യതയാണ്. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായും പരിഹരിച്ചു എന്ന് ചോദിച്ചാൽ അങ്ങനെ എല്ലാത്തിനും പരിഹാരം ഒറ്റ സ്റ്റെപ്പിലുണ്ടായിട്ടില്ല. എന്നാൽ കർഷകൻ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിഷയങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ ഗവൺമെൻറ് അവരോടൊപ്പം നിന്നിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഉൽപ്പാദന രംഗത്ത് ഇടപെടുന്ന കർഷകൻ ഉൽപ്പാദിപ്പിച്ചാൽ ആ ഉൽപ്പന്നം റോഡ് വക്കിൽ കിടക്കുന്ന കാഴ്ച മാധ്യമങ്ങളിലൊക്കെ കാണാനിടയായിട്ടുണ്ട്. എന്നാൽ അത്തരം സാഹചര്യം ഒഴിവാക്കാൻ കഴിഞ്ഞ നാളിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. പണം അവരുടെ വില കൃത്യമായി കൊടുക്കുന്ന കാര്യം എടുത്താലും വില കൊടുക്കാൻ അതിനനുസരിച്ച് ബാങ്കുകളുമായി സംസാരിച്ച് കാലതാമസം ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1ാം വിള കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംഭരിച്ച നെല്ലിൻ്റെ പണം വളരെ കുറച്ച് പേർക്കാണ് കൊടുക്കാനുള്ളത്. അത് പലവിധ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ചിലത് ആൾ മരണപ്പെട്ടു പോയ സംഭവങ്ങൾ, അതുപോലെ ചില ആളുകളാണെങ്കിൽ മൈനറായിട്ടുള്ള അവകാശത്തിൻ്റെ വിഷയം, ഇങ്ങനെയുള്ള ചെറിയ അവരുടേതായ നമ്മുടേതല്ലാതെ കർഷകരുടേതായിട്ടുള്ള ചില വിഷയങ്ങൾ കൊണ്ട് കാലതാമസം ഉണ്ടായ ചില സംഭവങ്ങളുണ്ട്. അതെല്ലാം സമയബന്ധിതമായി പരിഹരിച്ചുകൊണ്ട് അതിലെല്ലാം തന്നെ ഒരു അദാലത്ത് പോലെ തന്നെ ഉദ്യോഗസ്ഥരെയും കർഷകരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിനെല്ലാം പരിഹാരം കാണാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ആ വിധത്തിൽ ഇനി അവശേഷിക്കുന്ന വളരെ കുറച്ച് 32 ലക്ഷം രൂപ മാത്രമാണ് ആ ഇനത്തിൽ കൊടുക്കാനുള്ളതെന്നാണ് എൻ്റെ കണക്കുകൾ എൻ്റെ മുന്നിലുള്ളത്. അതും ഇന്നത്തെ ചർച്ചയിലൂടെ അത് കൊടുക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം ആലോചിക്കും. രണ്ടാമത്തെ പൂക്കൃഷിയാണ് ഇപ്പം പുഞ്ചകൃഷി ഇവിടെ പോലെ ഇപ്പം സംഭരിച്ചുകൊണ്ടിരിക്കുന്ന നെല്ല് സംഭരിക്കുന്ന പ്രവർത്തനം. അത് സംഭരിക്കുന്ന മുറയ്ക്ക് സംഭരിച്ച് 15 ദിവസത്തിനകത്ത് അവർക്ക് അവരുടെ അക്കൗണ്ടിൽ പണം എത്തിക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ സംഭരിച്ചതിൽ കുറച്ചേറെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. എന്തായാലും നമ്മളിപ്പോൾ വിളവെടുപ്പിനായിട്ട് പോവുകയാണ്. വിളവെടുപ്പിന് ശേഷം നമുക്ക് അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മന്ത്രിയുമായിട്ട് പങ്കുവയ്ക്കാം. മനു. ശരി, ഷാജഹാനാണ് ഈ സഞ്ചരിക്കുന്ന ബോട്ടിൽ നിന്ന് നമ്മളോടൊപ്പം മന്ത്രിയോടൊപ്പം സംസാരിച്ചത്. ഏതായാലും നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നെല്ല് സംഭരണം നമുക്കറിയാം, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നെല്ല് സംഭരണത്തിന് നെല്ലിന് പണം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഇവിടെ 28 രൂപയോളം നൽകുന്നുണ്ട്. 20 രൂപയാണ് കേന്ദ്രം നൽകുന്നത്. ബാക്കി 8 രൂപയിലധികം 8 രൂപ 90 പൈസയോളം സംസ്ഥാനമാണ് നൽകുന്നത്. അതിൽ കേന്ദ്രത്തിൻ്റെ തുക ഏകദേശം 2 വർഷത്തോളമായിട്ട് കുടിശ്ശികയാണ്. 780 കോടിയിലധികം രൂപ കുടിശ്ശികയായി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും സംസ്ഥാനം ഒരു സംവിധാനത്തിലൂടെ ഇത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, നെല്ല് സംഭരണം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലും ചില പ്രതിസന്ധികളൊക്കെ ഉണ്ട്.
അത് പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഭാവിയിൽ സഹകരണ കൂട്ടായ്മകൾ വഴി നെല്ല് സംഭരിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സഹകരണ മേഖലയിൽ പുതിയൊരു വലിയ റൈസ് മില്ല് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അതൊക്കെ വന്നു കഴിയുമ്പോൾ കൂടുതൽ നെല്ല് സംഭരിച്ച് അരിയാക്കി എളുപ്പത്തിൽ മാറ്റാൻ കഴിയും എന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. ആ മില്ലിൻ്റെ ഉദ്ഘാടനമൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായി നടക്കുന്നുണ്ട്. കേന്ദ്രം പണം നൽകാതിരിക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എത്ര മാധ്യമങ്ങൾ ആ കേന്ദ്രം പണം നൽകാതിരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യും എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ആ ഇരട്ടത്താപ്പ് നമ്മൾ ഇതിൽ കാണാതെ പോകരുത്.